പരിശു സത്യമായിട്ടും. ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തേഴ്സ്ഡേയിലെ വീഡിയോ ആണ്. ഈ ഇസ്കോൺ ടെമ്പിൾ കണ്ടപ്പോൾ തന്നെ തേഴ്സ്ഡേ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. മഴയായിട്ടും ഞങ്ങൾ ജിമ്മിലെത്തിയത്. അതായത് എന്നെപ്പോലെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള 2-3 ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ ഏജിലുള്ള. അപ്പം നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഒരു ജിമ്മിൽ നമ്മൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആവുമല്ലോ. അപ്പോൾ അതിലൊരു ആളാണ് അവിടെ ഇറങ്ങിപ്പോയതാണ് ഞാൻ കാണിച്ചത്. ഇത്രയും മഴയുണ്ടായിട്ട് എനിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു കേട്ടോ, അതുപോലത്തെ മഴയായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങിപ്പോയ ആൾ ശൈലി മാം എന്നാണ് പേര്. ശൈലി മാം പറയായിരുന്നു, ഇപ്പം ഇന്നലെ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പ്രോമിസ് ചെയ്തായിരുന്നു ഇന്ന് വരുമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും എന്തായാലും നാളെ വരും എന്നിങ്ങനെ പ്രോമിസ് ചെയ്യും. അതുകൊണ്ടാട്ടോ വന്നത്. പക്ഷെ എത്ര നന്നായി, വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ മഴയിൽ ചുരുണ്ടുകൂടി കിടക്കും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര മഴയല്ലേ എന്ന് വെച്ചിട്ട് ഒരു പൂരിയും സബ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമ്മൾ വർക്കൗട്ടും ചെയ്തിട്ടില്ല, പൂരി സബ്ജിയൊക്കെ കഴിക്കുകയും ചെയ്തു. എണ്ണയ്ക്കകത്തല്ലേ പൂരി നല്ല കാലറി ഉള്ള സാധനമല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകാം. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്. അതായത് എന്നോട് അവിടെയുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ, എൻ്റെ ഒരു 45+ കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാം പറയും, ലക്ഷ്മി എനിക്കൊരു മോട്ടിവേഷനാണ്, രാവിലെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും മോട്ടിവേറ്റും ചെയ്യും കേട്ടോ, വരണം കേട്ടോ, നാളെ വരണം, നാളെ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റീൽ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കുറേ പേർക്കൊരു മീൻസ് ഒരു സംശയമുണ്ട്, നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇത്ര എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നിനക്ക് ബോറടിക്കുകയായിരിക്കും അല്ലേ. രാവിലെ 6:45 ജിമ്മിൽ വന്നാൽ 10-15 മിനിറ്റ് ചിലപ്പോൾ ഞാൻ ട്രെഡ്മില്ല് ചെയ്യും. അത് കഴിഞ്ഞ് 7 തൊട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഒരു എറോബിക്സ് ആണ്, 7 to 8 വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ 7:30, 7:35 ഒക്കെ ആകുമ്പോൾ ഞങ്ങളുടെ യോഗ സാർ വരുമ്പം ഞങ്ങളെല്ലാവരും അങ്ങ് യോഗയ്ക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇവരുടെ കൂടെ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയാം. അതായത് 7:05 ആകുമല്ലോ തുടങ്ങുമ്പം. അപ്പോൾ 7:35 വരെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങ് യോഗ ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് സാറ് ഞങ്ങൾ ഈ വർക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പം ഞങ്ങളുടെ യോഗയുടെ സാറ് ചോദിക്കുമായിരുന്നു, ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സ്റ്റാമിന ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അയ്യോ വയ്യ സാറേ, മടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ഈ ഒരു റുട്ടീനിൽ പോയപ്പോൾ ഇപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് ചെയ്യിപ്പിക്കുന്നതും പവർ യോഗയാണ്. അതായത് ഭയങ്കര നല്ല സ്ട്രെങ്ത്തും സ്റ്റാമിനയും വേണ്ട യോഗ ആക്ടിവിറ്റീസാണ് ചെയ്യിക്കുന്നത്. യോഗയുടെ മൂവ്സ് ആണ് ചെയ്തത്. ചിലപ്പം ഫ്ലോ ആയിരിക്കും, അതായത് പല ഫ്ലോ, ഇങ്ങനെ 12 മിനിറ്റിൻ്റെ ഫ്ലോ ആണ് ഇന്ന് ചെയ്യിപ്പിച്ചത്. അത് ഒരു സെറ്റ് 12 മിനിറ്റിൻ്റെ, അങ്ങനെ 4 സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 2 സെറ്റ് ചെയ്യിപ്പിച്ചു സാറ്. അപ്പോൾ ഇത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ 6:45 മുതൽ തുടങ്ങുവാണെങ്കിൽ ഒരു 7:45 വരെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാമിന ബിൽഡപ്പ് ആയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് 50 വയസ്സായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് 50 വയസ്സായി, എനിക്ക് ആ സ്റ്റാമിന ഉണ്ട്, ഞാൻ എല്ലാ ഫ്ലോയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് സാറ് ശവാസനം എല്ലാം കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളൊരു ഹെഡ് സ്റ്റാൻഡും കുറച്ച് നേരം അതായത് നമ്മുടെ ശീർഷാസനം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അപ്പം ഈ ഇത്രയും സംഗതികൾ എൻ്റെ കൂടെ നിൽക്കുന്ന 3-4 പേരില്ല, ഗ്രീൻ ഇട്ടത്, ഒരു പിങ്ക് ഇട്ട്, അവരൊക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇത്രയും സംഗതികൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് 45 അല്ലെ 50 ഏർലി 50s ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒള്ളി വേണ്ടത് എന്താണ്? ഒരു മോട്ടിവേഷൻ. എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് പറയുക, ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മളൊന്ന് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കഴിക്കുകയും ചെയ്യും. ഏതായാലും ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഗിൽറ്റൊക്കെ ഉണ്ടാവും. എന്നാലും പക്ഷെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ, ഓരോ ഫുഡ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ, ഇത്രയും കഴിക്കണോ, ആ ഒരു തോട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ തോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇന്ന് തന്നെ എന്തെങ്കിലും 15 മിനിറ്റ് വെച്ച് ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക. അതനുസരിച്ച് നമ്മുടെ ഫുഡിനെയും ക്രമീകരിക്കുക. അപ്പോൾ നമുക്ക് 2025 എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരുമിച്ച് ഫിറ്റ് ആവാം. ഞാൻ വെയിറ്റ് കൂടി തന്നെയാണ് ഈ റുട്ടീൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1.3 kgs നമ്മുടെ ചലഞ്ച് കൊണ്ട് കുറഞ്ഞായിരുന്നു. അപ്പം നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.